നമ്മൾ ഈ ഇൻസിഡന്റ് നടക്കാൻ 16 മെയ് 16 ഇൻസിഡന്റ് നടക്കുക. ഏർലി മോർണിംഗ് ട്രെയിൻ നമ്പർ 16128 ഗുരുവായൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്സിലായിരുന്നു. അപ്പോൾ ഇൻസിഡന്റ് നടന്ന അന്നേ ദിവസം നമുക്കിങ്ങനൊരു ഇൻഫർമേഷൻ കിട്ടിയെങ്കിലും നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ നമ്മൾ CCTV ഒബ്സർവേഷനാണ് നമ്മൾ ആദ്യം ചെയ്തത്. സ്റ്റേഷൻ CCTVയും പരിസരത്തുള്ള CCTV ഒന്നും ഒബ്സർവ് ചെയ്ത് നോക്കാൻ ഒരു മൂവ്മെന്റ് കിട്ടിയില്ല. പക്ഷെ അതിനുശേഷം നമ്മൾ പുറത്തുള്ള CCTV അനലൈസ് ചെയ്ത് തുടങ്ങിയ സമയത്ത് നമുക്ക് ഒരു ചെറിയ ക്ലൂ കിട്ടി. ഈ പറയപ്പെട്ട വിക്ടിമിന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ബാഗ് നമുക്ക് ഒരാളുടെ പൊസിഷനിലുള്ളതായിട്ട് നമുക്കൊരു CCTVയിൽ വ്യൂ കിട്ടി. കുഴിത്തുറ എന്ന് പറഞ്ഞ ഇൻസിഡന്റ് ഓഫ് സ്പോട്ടിൽ. അങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് ക്ലൂ കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ തൃശ്ശൂരിലെ CCTV അനലൈസ് ചെയ്ത സമയത്ത് ഈ കുഴിത്തുറയിൽ നമ്മൾ സ്പോട്ട് ചെയ്ത ആള് തൃശ്ശൂർ ഈ വിക്ടിമിനെ ഫോളോ ചെയ്യുന്നതായിട്ട് CCTVയിൽ നമുക്ക് കിട്ടി. സ്റ്റേഷൻ CCTV തൃശ്ശൂരിൽ നിന്നാണ് ട്രെയിൻ കയറിയത്. അപ്പൊ തൃശ്ശൂരിൽ നിന്ന് തന്നെ ഈ പറയപ്പെട്ട വിക്ടിമിനെ ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് കിട്ടി. ഫർദർ CCTV അനലൈസ് ചെയ്തപ്പോൾ ഒരാളല്ല, ഏകദേശം 3-4 പേര് തൃശ്ശൂരിൽ നിന്ന് തന്നെ ഇയാളെ ഫോളോ ചെയ്ത് കുഴിത്തുറ വരെ ട്രെയിനിലെത്തുകയും കുഴിത്തുറയിൽ നിന്ന് അറ്റംപ്റ്റ് നടത്തി കുഴിത്തുറയിൽ നിന്ന് ഇറങ്ങി പോകുന്നതും 3 പേരും പോകുന്നതും നമുക്ക് CCTVയിൽ കിട്ടി. അങ്ങനെയാണ് ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത്. അത് അന്നേ ദിവസം. ആ അനാലിസിന്റെ അടിസ്ഥാനത്തിലും നമ്മൾ ലോക്കൽ ഇൻഫർമേഷനും സോഴ്സ് ഇന്റലിജൻസും വെച്ചിട്ട് കുറച്ച് ടെക്നിക്കൽ അനാലിസിസ് നടത്തി. ബേസിക്കലി നമുക്ക് ഫോൺ നമ്പേഴ്സ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ടവർ ഡംപ് അനാലിസിസ് വെച്ചിട്ട് നമുക്ക് ഈ തെഫ്റ്റ് നടത്തിയ ആളുടെ CCTV നമുക്ക് കിട്ടി. CCTV അല്ല, ഫോൺ നമ്പർ കിട്ടി. ആ ഫോൺ നമ്പറിൽ നിന്ന് നമ്മൾ ലൊക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് അറസ്റ്റ് നമുക്ക് 23 മെയ് ഇൻസിഡന്റ് നടക്കാൻ 16 മെയ് 23 മെയ്യിൽ നമ്മൾ 5 പേരെ ഇൻവോൾവ് ആയിട്ടുള്ള 5 പേരെ നമുക്ക് അറസ്റ്റ് ചെയ്യും. അന്നേ ദിവസം തന്നെ നമുക്ക് ഏകദേശം 1/4 കിലോ നഷ്ടപ്പെട്ട സ്വർണ്ണത്തിൽ ഏകദേശം 1.5 കിലോളം സ്വർണ്ണം നമുക്ക് നഷ്ടപ്പെട്ടെങ്കിലും 1/4 കിലോ സ്വർണം നമുക്ക് അന്നേ ദിവസം നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റി. അതിന്റെ കൂടെ ഒരു കാറ് 5 ആളുകൾ നമ്മൾ അന്ന് ഒഫൻസിൽ ഇൻവോൾവ് ആയ 5 പേരെ അറസ്റ്റ് ചെയ്തു. ഫർദർ ഏകദേശം 2.5 ലക്ഷം രൂപയോളം നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റി അന്നേ ദിവസം. അപ്പോൾ നമുക്ക് മനസ്സിലായത് ഇവർ ഈ സ്വർണം ഉരുക്കി സ്വർണ്ണ കട്ടകളാക്കി വിൽക്കുക എന്നുള്ളതാണ് അവരുടെ മോഡസ് ഓപ്പറാൻഡി. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളിൽ നിന്ന് ഇതിനകത്ത് കീ പ്ലാനർ കിങ് പിൻ ആരാണെന്നുള്ളത് അവരെ ഇന്റർഗേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാകുകയും പിന്നെ അയാളെ പിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മുടെ ഫുൾ ടീം ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം പല ദിവസം നമ്മൾ പല സ്ഥലങ്ങളിൽ അക്രോസ് ദ ഡിഫറെന്റ് സ്റ്റേറ്റ്സ്, തമിഴ്നാട്, കർണാടക, ബാംഗ്ലൂർ, മെയിൻ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ പല ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പോയെങ്കിലും അവസാനം ഈ കഴിഞ്ഞ 10-ാം തീയതി വൈകുന്നേരം 11-ാം തീയതി ഇൻഫാക്ട് നമുക്ക് ഫൈനൽ ലീഡ് നമുക്ക് ലോക്കൽ ഇന്റലിജൻസിൽ നിന്ന് കിട്ടുകയും ലോക്കൽ ഇന്റലിജൻസ് സോഴ്സുകൾ നമുക്ക് കിട്ടി. ഈ പറയപ്പെട്ട കീ അക്യൂസ് നമ്മൾ അറസ്റ്റ് ചെയ്തു. അയാളുടെ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കായംകുളത്ത് നിന്ന് ഫർദർ ഏകദേശം ബാക്കി വന്ന ഏകദേശം 850 ഗ്രാമോളം സ്വർണം നമുക്ക് കിട്ടി. അതുകൂടാതെ 47 ലക്ഷം രൂപയും കൂടെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റി. അപ്പോൾ ടോട്ടൽ നമ്മൾ ഈ 1.5 കിലോ സ്വർണവും ബാക്കി വിറ്റ എമൗണ്ടും പേയ്മെന്റും നമുക്ക് അവര് വിറ്റെടുത്ത ക്യാഷും നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 8 പേരെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 കാർ 2 4 വീലേഴ്സ് നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. 10-ാം തീയതിയാണ് നമുക്ക് അതെ. അപ്പൊ ഈ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇവരെല്ലാവരും തന്നെയും പ്രീവിയസ് ക്രൈം ഹിസ്റ്ററിയുള്ള ആളുകളാണ്. വളരെ മേജർ ഒഫൻസിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളാണ്. പക്ഷെ ഇവർ വളരെ തന്ത്രപൂർവ്വം അവർക്ക് ട്രേസബിലിറ്റി നമ്മൾ എവിഡൻസ് നശിപ്പിക്കാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി പ്രത്യേകിച്ച് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പേഴ്സണൽ ഫോണൊന്നും ഉപയോഗിക്കാതെ ഇതിനു വേണ്ടി മാത്രം സിം കാർഡ്സ് അവർ പ്രത്യേകം എടുത്തു. അത് നമുക്ക് മനസ്സിലാകുന്നത് കുഴിത്തുറയിലെയും നമ്മുടെ തൃശ്ശൂരിന്റെയും ടവർ ഡംപ് അനാലിസിസ് വഴിയാണ് നമുക്ക് മനസ്സിലായത്. പുതിയ കുറച്ച് ഫോൺ നമ്പേഴ്സ് ആക്റ്റീവ് ആയതായിട്ട് നമുക്ക് കാണുകയും അത് ഫുൾ ജേർണിയിൽ ഇത് ട്രാവൽ ചെയ്തതായിട്ട് കാണുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഈ തെഫ്റ്റ് നടന്ന് നമ്മൾ അനലൈസ് ചെയ്ത് മനസ്സിലായത് ഇവർ ട്രെയിനിൽ ഫോളോ അപ്പ് ചെയ്ത് കൂടാതെ ബൈ റോഡും ഈ പറയപ്പെട്ട ടീമിനെ അക്കമ്പനി ചെയ്ത് ടീം വരുന്നുണ്ടായിരുന്നു. സോ ഇറ്റ് ഈസ് എ വെൽ പ്ലാൻഡ് ഓർഗനൈസ്ഡ് ക്രൈം. ഇതിനു വേണ്ടി മാത്രം, അതായത് ഈ കീ പ്ലാനർ ആയിട്ടുള്ള രഞ്ജിത്ത് എന്ന് പറയുന്ന കീ അക്യൂസ്ഡ് അയാൾ ഇതിനു വേണ്ടി ഒരു കൂട്ടിയൊരു ടീമാണ്. ഇവർ തമ്മിൽ എല്ലാവർക്കും അങ്ങോട്ടേക്കും പരിചയം ഉണ്ടാവണമെന്നില്ല. പക്ഷെ എല്ലാവരും ഈ ഒരു ഇവന്റിലേക്ക് വേണ്ടി മാത്രം ഓർഗനൈസ് ചെയ്ത് അയാൾ പ്ലാൻ ചെയ്തനുസരിച്ചാണ് ഈ ക്രൈം നടന്നതെന്നാണ് നമുക്ക് മനസ്സിലായത്. ഇതില് നമുക്ക് ഈ ആദ്യത്തെ അനാലിസിസ് നമുക്ക് മനസ്സിലായി തൃശ്ശൂരിന് ഇവർ ഫോളോ അപ്പ് ചെയ്ത് വന്നത് കണ്ടപ്പോൾ മനസ്സിലായി ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് സ്വർണവുമായിട്ട് ആള് പോകുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ ഈ പറയപ്പെട്ട അക്യൂസ്ഡിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ആദ്യത്തെ ദിവസം തന്നെ മനസ്സിലായതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും വലിയൊരു ഓപ്പറേഷൻ പ്രോപ്പറായിട്ട് നടത്താൻ പറ്റില്ല.
അപ്പോൾ ഈ ഇൻഫർമേഷൻ എവിടെ നിന്നാണ് പ്രോസസ്സ് ചെയ്തത്, എങ്ങനെ കിട്ടിയെന്നുള്ളത് നമുക്ക് ആദ്യം നമ്മൾ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. നമ്മുടെ ഈ സ്വർണം നഷ്ടപ്പെട്ട ആളുടെ, തൃശ്ശൂരുള്ള ഒരു ജ്വല്ലറി ഉടമയുടെ അദ്ദേഹത്തിൻ്റെ അയൽവക്കത്ത് നിന്നുള്ള ഒരാളിൽ നിന്നാണ് ഈ ഇൻഫർമേഷൻ പാസ്സായത്. ഇന്ന സമയത്ത് ഇന്ന ആൾ സ്വർണം കൊണ്ട് പോകുന്നു എന്നുള്ള ഇൻഫർമേഷൻ പാസ്സായത് അങ്ങനെയാണ്. അതെ, ഓക്കെ, താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.